എന്താ നെറ്റില്ലേ? അല്ല, അത് ഗെയിം കളിക്കാൻ വേണ്ടി ഡിസ്കണക്ട് ചെയ്തിട്ടേക്കുന്ന. ഇരിക്കുന്നുണ്ടോ? ഇല്ല, കുഴപ്പമില്ല, കളിച്ചോ, ഞാനിവിടെ ഇരുന്നോളാം. എന്നെ മനസ്സിലായോ? നമ്മളൊരു ക്ലാസ്സിലാണ് പഠിക്കണേ. ആ, എനിക്കറിയാം. ശില്പയല്ലേ? വിഷ്ണു ഫ്രഷേഴ്സ് ഡേക്ക് മാർഗം കളി കളിക്കണ്ടല്ലേ? മാർഗം കളിയാ? ഇല്ല, ഇതാര് പറഞ്ഞത്? ജസ്വിൻ പറഞ്ഞല്ലോ. ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല. ഞാനന്ന് വരുമൊന്നുമില്ല അതിന്. അയ്യോ, അത് ചിലപ്പോൾ പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ, സീനിയേഴ്സ് അറിഞ്ഞാ. എന്താ? അല്ല, എന്നോട് ബ്രേക്ക് ഡാൻസ് കളിക്കുന്ന പറഞ്ഞേക്കണേ. ഞാൻ എന്തായാലും കളിക്കുന്നുണ്ട്. വിഷ്ണു എന്തായാലും ഒരു മാർഗം കളി കണ്ട് പഠിച്ചോ. ചിലപ്പോൾ സീനിയേഴ്സ് അറിഞ്ഞാൽ പ്രശ്നമാവും. അയ്യോ, എനിക്ക് സ്റ്റേജിലൊന്നും കയറി ഇങ്ങനെ. അത് ടെൻഷൻ അടിക്കണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാണ്. കഴിച്ചേ അഞ്ച് വില കുന്തപ്പച്ചോട്ട് ചിക്കനായിരിക്കും. എന്നാണെന്ന് അറിയില്ല. ഇത് പ്രാന്തര എല്ലാം കൂടി കളിച്ചിട്ട് ഞാൻ കളയും. ഇതൊരു എണ്ണവളം അവിടെ ഇരിക്കും. ചേട്ടാ, ഈ റോയൽ പെരിയാടിന്റെ ഹെഡ് ഓഫീസ് ബൈപ്പാസിന്റെ അടുത്തുള്ളതാണോ? അത് തന്നെയാണെന്നാ തോന്നണേ. ശില്പ ആരാ? ക്ലാസ്മേറ്റ് ആണ്. റൈറ്റ് സൈഡിൽ കാണുന്ന ക്യാബിൻ. അവിടെയോ? താങ്ക്സ്. നീ ഇതിന് വിഷ്ണു ഇപ്പം ഇങ്ങോട്ട് വന്നത്? എനിക്ക് നീയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പിന്നെ എന്താ എനിക്കൊരു മാർഗമുള്ളത്? എന്നെ എല്ലായിടത്തും ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കല്ലേ. ചെയ്തത് തെറ്റായിപ്പോയെന്ന് എനിക്കറിയാം. നേരിട്ട് കണ്ടൊരു സോറി പറയാൻ വേണ്ടി വന്നതാണ്. സോറി പറഞ്ഞുകൊണ്ടൊന്നും നീ ഉണ്ടാക്കി വെച്ച ഡാമേജ് മാറില്ല വിഷ്ണു. എന്നെ ട്രസ്റ്റ് ചെയ്യാത്ത, എൻ്റെ പ്രൈവസി കയറി ഇടപെടുന്ന ഒരാളെ സ്നേഹിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ബ്രേക്കപ്പ് ആണോ? ഓ, നിനക്കെന്നെ കല്യാണം കഴിച്ചാൽ മതിയല്ലോ അല്ലേ? അതാകുമ്പോൾ എക്സാം എഴുതണ്ട, ജോലിക്കും പോകണ്ട, സുഖമാവുമല്ലോ നിനക്ക്. ശില്പ, നീ ഒരുമാതിരി മറ്റോടത്ത് വർത്താനം പറയരുത്. നിന്നെ അപ്പം എൻ്റെ കാശ് കണ്ടിട്ടാണോ ഞാൻ നിന്നെ സ്നേഹിച്ചത്? വിഷ്ണു, നീ ഇപ്പോൾ പോയേ, നമുക്ക് പിന്നെ സംസാരിക്കാം. എനിക്കൊക്കെ വട്ടായിട്ടിരിക്കും. എന്താ പ്രശ്നം? ഒന്നുമില്ല പച്ചാ, ഇതെൻ്റെ ക്ലാസ്മേറ്റാണ് വിഷ്ണു. അത് ഞാൻ പുറത്തുനിന്ന് കേട്ടായിരുന്നു. അത് പോട്ടെ, പാസ്റ്റൊന്നും എനിക്കറിയണ്ട. ഇപ്പം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എൻ്റെ അപ്പച്ചാ, ഇതൊന്നും കേട്ടാൽ മനസ്സിലാകാത്ത ആളെ അപ്പച്ചെന്ന് മോക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ പറ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. എന്നാ മോള് വീട്ടിലേക്ക് ഇല്ലേ, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. പൊക്കോ. വിഷ്ണു അല്ലേ? ആ, എന്നെ മനസ്സിലായോ? ശില്പയുടെ അപ്പച്ചനല്ലേ? അതാ വിഷ്ണുവിൻ്റെ പ്രശ്നം. വിഷ്ണുവിനെ അങ്ങനെ മാത്രമേ എന്നെ അറിയുള്ളൂ. എവിടാ വീട്? കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ എവിടെ? മാർക്കറ്റിൻ്റെ ബാക്ക് സൈഡിൽ, ഹൗസിംഗ് കോളനിയിൽ. ഇപ്പം എന്ത് ചെയ്യുന്നു? അച്ഛന് വർക്ക്ഷോപ്പ് ഉണ്ട്. എന്താ പറ, എന്താ വിഷ്ണുവിൻ്റെ പ്രശ്നം? എനിക്ക് ശില്പേനെ ഇഷ്ടമാണ്. നല്ല ധൈര്യശാലിയാണല്ലോ. വിഷ്ണുവിൻ്റെ പ്രായത്തിലേ എനിക്കിങ്ങനെ പ്രേമിച്ച് നടക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല. 10 കാശുണ്ടാക്കാനുള്ള ഓട്ടത്തിലായിരുന്നു.
വെറുതെ വെയിലും കൊണ്ട് കാശും പിരിച്ച് നടന്ന സമയത്ത് കാശുള്ള വീട്ടിലൊരു പെങ്കുച്ചിനെ പ്രേമിച്ചാൽ കെട്ടിയാൽ മതിയായിരുന്നല്ലോ. അല്ല, വിഷ്ണുവിന് ബുദ്ധിയൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങോട്ട് വന്ന് കയറുന്നതിന് മുമ്പ് അവളോടെങ്കിലും ഒന്ന് അന്വേഷിക്കാമായിരുന്നു ഞാൻ ആരായിരുന്നു. എന്നാ കേട്ടോ, നിന്നെ കെട്ടിയില്ലെങ്കിലേ അവൾ കെട്ടിത്തൂങ്ങി ചാവൂന്ന് പറഞ്ഞാലും ഞാനങ്ങ് ചാവട്ടെ എന്ന് വെക്കും. അപ്പോഴാണ് അവൾ പറയുന്നത് നീയായിട്ടൊരു ബന്ധവുമില്ലെന്ന്. അല്ല, അത് അവൾ ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞ. അവൾക്ക് ശരിക്കും എന്നെ ഇഷ്ടമാണ്. സാറിൻ്റെ ഈ കാശൊന്നും കണ്ടിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ സാറിൻ്റെ സമ്മതം ഇല്ലെങ്കിലും അവൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ അവളെ തന്നെ. ഇപ്പം നിനക്ക് കാര്യങ്ങൾ പിടിയിട്ടില്ലേ? ഇനി മേല ഇത് പറഞ്ഞ് ഈ കമ്പനിയുടെ പരിസരത്തെങ്ങാനും നിന്നെ കണ്ടാലുണ്ടല്ലോ, ഇറങ്ങിപ്പോടാ. ചില കമ്പനികളുടെ ഡെസ്ക്ടോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും കമ്പനികളുടെ AMC കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. നീ എന്നാ അങ്ങനെ എന്തെങ്കിലും ചെയ്യടാ. കിട്ടണ്ടാ അനീഷേട്ടാ, ആ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ കൂടെ വെക്കോ? എന്താണ്? നിൽക്കോന്ന് പറ. എടാ നീ കാര്യം പറ. എനിക്കേ ആ ശില്പയുടെ തല്ലണം. ആ ബെസ്റ്റ്. എന്തിന്? ഞാൻ അവളോട് സോറി പറയാൻ വേണ്ടി ഓഫീസിൽ ചെന്നതാണ്. അയാൾ എന്നെ പിടിച്ച് തല്ലി. തല്ല് തല്ലീന്നാ? നിനക്കൊരു പ്രാന്തുണ്ട് വിഷ്ണു. അവരുടെ ഓഫീസിൽ കയറി ചെല്ലാൻ. എനിക്കൊന്നും കേൾക്കണ്ട, എനിക്ക് അയാളെ തിരിച്ചല്ലണം. അനീഷേട്ടൻ എൻ്റെ കൂടെ വെക്കണം. നീ ആവശ്യമില്ലാത്ത പഠിക്കുമല്ലോ കേട്ടോ, അവരൊക്കെ വലിയ ബിസിനസ്സുകാരാണ്. എടാ വെള്ളം കുടിച്ച് കുടിക്ക്. അതെ എടാ, അവരൊക്കെ വലിയ വലിയ ആൾക്കാരാ. നമ്മളെ കൊണ്ട് തിരിച്ചെല്ലും നടക്കില്ല. അവക്ക് നിന്നെ വേണ്ടല്ലോ. നീ അവളെ മറന്നേക്ക്, അത് നല്ലത്. അവളെ ഞാൻ മറക്കാം, പക്ഷെ ഇതുണ്ടല്ല. അവളപ്പം ചാവില്ലാട്ടാ. ഓക്കെ, ബ്രാഞ്ചിൽ നിന്ന് കോള്. ആ ചേച്ചി ശരി. എടാ അവിടുത്തെ പ്രിൻ്ററിൻ്റെ എന്തോ കംപ്ലൈൻറ്റ്, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ജോർജേ ഡാ ഇങ്ങോട്ട് നോക്കിയേ, ഞാൻ പോയിട്ട് വരാം. ഞാൻ ഇവിടെ ഇരിക്കട്ടാ.